അവതാരവരിഷ്ടന്തം സർവാനുഗ്രഹദായകം നാരായണഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുസാഗരം ഭാഗം 16. ശബ്ദമുണ്ടാക്കരുത്, ശ്വാസം മുട്ടിപ്പോകും. വിഗ്രഹാരാധനയ്ക്കെതിരെ വടക്കൻ കേരളത്തിൽ ശക്തമായ പ്രചാരണം നടത്തിയിരുന്ന കർമ്മയോഗിയായിരുന്നു ആലത്തൂർ ബ്രഹ്മാനന്ദ ശിവയോഗി. അദ്ദേഹം തന്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തെക്കൻ കേരളത്തിൽ നിന്ന് വടക്കോട്ടേക്ക് ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിവരികയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയും ശ്രീനാരായണ ഗുരുദേവനും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന മഹത്തുക്കളാണെന്ന് അന്നത്തെ സമൂഹം കരുതി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യൻ വാഗ്ഭടാനന്ദ ഗുരു ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ച് വിഗ്രഹധ്വംസനം കൂടുതൽ ശക്തമാക്കി. തികഞ്ഞ അദ്വൈതവാദിയായിരുന്നു വാഗ്ഭടാനന്ദൻ. എന്നിട്ടും അദ്വൈതത്തിന്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ശ്രീ നാരായണ ഗുരു തനിക്ക് അന്യമായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരിക്കൽ ആലുവ വഴി സഞ്ചരിക്കവേ അദ്ദേഹം ഗുരുദേവനെ ഒന്നു കണ്ടുകളയാമെന്നു കരുതി അദ്വൈതാശ്രമത്തിലെത്തി. അദ്വൈതവും വിഗ്രഹാരാധനയും തമ്മിൽ പൊരുത്തപ്പെടില്ല എന്ന തന്റെ വിശ്വാസം നാരായണ ഗുരുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സന്ദർശന ഉദ്ദേശ്യം. ആശ്രമത്തിൽ ആ സമയം ശ്രീനാരായണ ഗുരുദേവൻ കുളിക്കുകയായിരുന്നു. കുളിച്ച് വസ്ത്രം മാറിയെടുത്ത് സ്വാമി പുറത്തേക്ക് വന്ന് ചാരു കസേരയിൽ ഇരുന്നു. ഗുരുദേവനെ കണ്ടപാടെ വാഗ്ഭടാനന്ദൻ പറഞ്ഞു, "ഞാൻ സ്വാമിയുടെ അഭിപ്രായക്കാരനല്ല." ഗുരുദേവൻ ഒന്നു പുഞ്ചിരിച്ചു. "ഓ, അങ്ങനെയാണോ? നാം നിങ്ങളുടെ അഭിപ്രായക്കാരനാണ്." പിന്നെ എന്തു പറയണം എന്നറിയാതെ പകച്ചുപോയി വാഗ്ഭടാനന്ദ ഗുരു. നാം നിങ്ങളുടെ അഭിപ്രായക്കാരനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏതഭിപ്രായം എന്ന ചോദ്യം വരും. വാഗ്ഭടാനന്ദൻ പറഞ്ഞത് ഞാൻ സ്വാമിയുടെ അഭിപ്രായക്കാരനല്ല എന്നാണ്. അതേ അഭിപ്രായക്കാരനാണ് താനെന്നാണ് ഗുരുദേവൻ പറഞ്ഞതിന്റെ സാരം. എന്നാൽ കേൾക്കുന്നവർക്കു തോന്നും രണ്ടാളും ഒരേ അഭിപ്രായക്കാരാണെന്ന്. 100% നെഗറ്റീവായൊരു പ്രസ്താവ്യത്തെ മറ്റൊരു നെഗറ്റീവ് എടുത്തുവെച്ച് പോസിറ്റീവ് ആക്കുകയാണ് ഗുരുദേവൻ ചെയ്തത്. അവിടെ പിന്നെ വാഗ്വാദമില്ല, തർക്കമില്ല, ചർച്ചയുമില്ല. മനുഷ്യർക്കിടയിൽ പലതരം അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബകലഹം മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള മഹായുദ്ധം വരെയായി പരിണമിക്കുന്ന ഇക്കാലത്ത് ഗുരുവിന്റെ ഈ സമീപനം നൽകുന്ന പാഠം വളരെ വലുതാണ്. വാഗ്ഭടാനന്ദൻ പറയുന്നത് വിഗ്രഹാരാധന യഥാർത്ഥ ഈശ്വര സങ്കല്പത്തിന് എതിരാണെന്നാണ്. ഗുരുവിന്റെ നോട്ടത്തിൽ അദ്വൈതവും വിഗ്രഹാരാധനയും ഒന്നു തന്നെയാണ്. അത് ആത്മോപദേശ ശതകത്തിൽ ഗുരു വ്യക്തമാക്കുന്നുണ്ട്. മനസ്സാകുന്ന പൂക്കൾ അർപ്പിച്ച് ഈശ്വരനെ പൂജിക്കുന്നവന് മറ്റൊരു തരം ഉപാസനയും ആവശ്യമില്ല. അവനും ഈശ്വരനും ഇടയിൽ പിന്നെ മായയുടെ വലയം ഉണ്ടാകില്ല. കാട്ടുപൂക്കൾ പറിച്ച് വിഗ്രഹത്തിലർപ്പിച്ചു പൂജിച്ചുകൊണ്ടോ നമഃശിവായ മുതലായ മന്ത്രങ്ങൾ സദാ ജപിച്ചുകൊണ്ടോ ജീവിച്ചാലും മായ മാറ്റിയെടുക്കാം. ഈശ്വരൻ സർവവ്യാപിയാണെന്ന ബോധം അനുഭൂതിയായി അറിയുവാൻ സാധിക്കുന്നവന് വിഗ്രഹത്തെ ആവശ്യമില്ല. എന്നാൽ അതിനു കഴിയാത്തവന് ഈശ്വര സ്മരണയുണ്ടാക്കാൻ വിഗ്രഹം വേണ്ടിവരും. അതാണ് പ്രതിഷ്ഠകളുടെ അന്തർധാര. അത് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ
വാഗ്ഭടാനന്ദ ഗുരുവിന് ഞാൻ സ്വാമിയുടെ അഭിപ്രായക്കാരനല്ല എന്ന് പറയേണ്ടി വരികയില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയായിരുന്നു ഗുരു തന്റെ നിർദോഷമായ ഫലിതത്തിലൂടെ ചെയ്തത്. വിഗ്രഹാരാധനയെ എതിർത്തുവന്ന ഒരാൾ ഒരിക്കൽ ഒരു ക്ഷേത്രവിശ്വാസിയോട് ചോദിച്ചു, മുഹമ്മദീയരും മറ്റും നിങ്ങളുടെ വിഗ്രഹത്തെ അടിച്ചുടച്ചപ്പോൾ അതിലിരുന്ന ഈശ്വരൻ എന്തു ചെയ്തു? അയാൾക്ക് ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. അയാൾ ഗുരുദേവനെ സമീപിച്ച് ഈ ചോദ്യത്തിന് ഉത്തരം തേടി. അപ്പോൾ ഗുരു ചോദിച്ചു, ഈശ്വരൻ സർവവ്യാപിയാണെന്നും മനുഷ്യഹൃദയത്തിലും ഉണ്ടെന്നും അവർ സമ്മതിക്കുന്നുണ്ടോ? ഭക്തൻ: ഉണ്ട്. ഗുരു: മനുഷ്യരെ കൊന്നാൽ ഈശ്വരൻ എന്ത് പ്രതികാരം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്? ഭക്തൻ: അവസാന വിചാരണയിൽ ശിക്ഷിക്കുമത്രേ. ഗുരു: എന്നാൽ വിഗ്രഹധ്വംസകരെയും അപ്രകാരം അവസാനം ശിക്ഷിക്കുമെന്ന് അവരോട് പറഞ്ഞുകൂടെയോ? എത്ര ഭംഗിയായിട്ടാണ് യുക്തി പ്രയോഗിച്ചുകൊണ്ട് ഇരു കൂട്ടർക്കുമിടയിലെ അഭിപ്രായ വ്യത്യാസത്തെ ഗുരുദേവൻ ലഘുതരമാക്കിയത്. ആലുവ സർവമത സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ നടക്കവേ അവിടെ എത്തിയ യുവാക്കളോട് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു, തന്റെ അഭിപ്രായമാണ് ഏറ്റവും വലിയ സത്യമെന്ന് ഉറപ്പിച്ചു പറയുന്നത് കേവലം അഹന്തയാലാണ്. ആനയെ കാണാൻ പോയ അന്ധരെ പോലെയാണവർ. അതുകൊണ്ട് വൃഥാ ശബ്ദമുണ്ടാക്കി ശ്വാസം മുട്ടിപ്പോകുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ഒരഭിപ്രായം മാത്രം എന്നും നിലനിൽക്കുക എന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് ഒരിക്കലും അനുയോജ്യമല്ല. ഇതറിയാതെ വെറും വാക്കുകൾ അംഗീകരിച്ചു കിട്ടുന്നതിനായി മനുഷ്യൻ ചേരിതിരിഞ്ഞ് പടവെട്ടുന്നു. പ്രസംഗങ്ങളുടെ ഉദ്ദേശ്യം പ്രതിപക്ഷധ്വംസനവും വിരോധവുമല്ല. അത് അറിയാനും അറിയിക്കാനും മാത്രമായിരിക്കണം. ഓരോ മനുഷ്യന്റെയും മതം അവന് സിദ്ധിച്ചിരിക്കുന്ന ആന്തരികമായ വിശ്വാസത്തിൽ രൂഢമൂലമായിട്ടുള്ളതാണ്. അത് ഓരോരുത്തരുടെയും പരിണാമ വികാസമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആ നിലയിൽ നോക്കിയാൽ എത്ര മനുഷ്യരുണ്ടോ അത്രയും മതങ്ങളുമുണ്ടെന്നു പറയാം. എന്നാൽ ഒരു കാര്യത്തിൽ മതങ്ങളെല്ലാം യോജിക്കും: സത്യവും ധർമ്മവും എല്ലാ മതങ്ങളും അനുശാസിക്കുന്നു. പിന്നെ എന്തിനാണ് മനുഷ്യർ വിശ്വാസത്തിന്റെ പേരിൽ ഭിന്നത വരുത്തി കലഹിക്കുന്നത്? അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമല്ല. എല്ലാവരും ആത്മസുഖത്തിനായി മാത്രമാണ് സദാ ശ്രമിക്കുന്നതെന്നറിഞ്ഞ് അവരവരുടെ അകതാരമടക്കി ശാന്തമായി കഴിയണം. ലേഖകൻ പറയുന്നു, മതത്തെക്കുറിച്ച് ഗുരുദേവൻ മൊഴിയുന്ന ഈ സത്യബോധം ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളിലും പ്രസക്തമാണ്. മറ്റൊരാൾ പറയുന്നതിൽ തനിക്ക് യോജിക്കാൻ കഴിയുന്നതെന്തെങ്കിലും ഉണ്ടോ എന്നാവണം അപരന്റെ ചിന്ത. യോജിക്കാൻ കഴിയുന്നതിനോട് യോജിച്ചുകൊണ്ട് അഭിപ്രായം വെളിപ്പെടുത്തണം. അത് യുക്തിസഹമായി ചെയ്താൽ അപരന് അഭിമാനക്ഷതമോ കോപമോ തോന്നുകയുമില്ല. അതാണ് ഗുരുദേവൻ പിന്തുടർന്ന ശൈലി. തന്റെ ഇഷ്ടമൂർത്തി താൻ ആവശ്യപ്പെടുന്നതിനു വിപരീതമായ ഫലമാണ് സാധിച്ചു തരുന്നത് എന്ന് പരാതിപ്പെട്ട ഉപാസകന് ഗുരു നൽകിയ മറുപടി, എങ്കിൽ വേണ്ടതെന്താണെന്ന് വെച്ചാൽ അതിന്റെ വിപരീതം ആവശ്യപ്പെട്ടാൽ മതിയല്ലോ എന്നായിരുന്നു. സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വിപരീത സാഹചര്യവും നമുക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും. നന്ദി, നമസ്കാരം.